നോഹയുടെ ദിവസങ്ങൾ പോലെയായിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനം. മത്തായി 24:37 നമ്മുടെ കർത്താവായ യേശു നേരിട്ട് നൽകിയ തന്റെ ദ്വിതീയ ആഗമനത്തെ പറ്റിയുള്ള പ്രവചന സന്ദേശമാണ് ഇത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ക്രിസ്തുവിന്റെ രണ്ടാം വരവിന് തൊട്ടുമുൻപ് ലോകം എങ്ങനെയായിരിക്കുമെന്ന് മനസ്സിലാക്കണമെങ്കിൽ നോഹയുടെ കാലത്തെ പ്രളയത്തിന് മുൻപുള്ള ലോകം എങ്ങനെയായിരുന്നുവെന്ന് നോക്കിയാൽ മതി. നോഹയുടെ കാലം ഒരു പ്രവചന കണ്ണാടിയാണ്. ആ കണ്ണാടി ഇന്നത്തെ നമ്മുടെ തലമുറയെ കൃത്യതയോടെ പ്രതിഫലിപ്പിക്കുന്നു. ആ നാളുകൾ നോഹയുടെ നാളുകൾ പോലെ എന്ന ബൈബിൾ പ്രവചനത്തെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ തലമുറയിൽ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള സംഭവങ്ങളുടെ ആധിക്യവും തീവ്രതയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ പലരും ലോകത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്ന് കാണുന്നില്ല എന്നതാണ് യഥാർത്ഥ പ്രശ്നം. നോഹയുടെ കാലത്തെ പോലെ ജീവിതം പതിവ് പോലെ പോകുന്നു. ഭക്ഷണം കഴിക്കുന്നു, കുടിക്കുന്നു, ആഘോഷങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നു, ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യുന്നു, നാളത്തേക്കുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നു. എന്നാൽ ഈ സാധാരണ ജീവിതശൈലിയുടെ മറവിൽ അഴിമതി, ദുഷ്ടത, അക്രമം, ആത്മീയ മരണം എന്നിവ വൻതോതിൽ വർദ്ധിച്ചിരിക്കുന്നു. തന്റെ വിശ്വാസധീരതയുടെയും ശക്തമായ നിലപാടുകളുടെയും പേരിൽ കൊല്ലപ്പെട്ട ചാർലി കിർക്കിന്റെ കൊലപാതകം ചിലർ ആഘോഷിച്ചപ്പോൾ നാം സാക്ഷ്യം വഹിച്ചത് കാലഘട്ടത്തിന്റെ അധപതനം എത്രത്തോളം എത്തിയിരിക്കുന്നു എന്നതാണ്. എങ്ങും അഴിമതിയും അക്രമവും. ജീവിതത്തിന്റെ പതിവ് രീതികളിൽ മുഴുകി ദൈവത്തിന്റെ മുന്നറിയിപ്പുകളെ അവഗണിക്കുകയാണ് പലരും. പ്രളയത്തിന് മുൻപ് പെട്ടകം പണിയുകയായിരുന്ന നോഹയുടെ ഓരോ ചുറ്റികയടിയും ഒരു പ്രസംഗമായിരുന്നു. അതിന്റെ പണിയുടെ പുരോഗതിയിലെ ഓരോ ഘട്ടങ്ങളും ഓരോ മുന്നറിയിപ്പുകളായിരുന്നു. എന്നിട്ടും ആളുകൾ അവനെ ഒരു വിഡ്ഢിയായി കണക്കാക്കി. തങ്ങൾ ചെയ്യുന്നതിൽ ഒന്നും തെറ്റില്ലെന്ന് നടിച്ചുകൊണ്ട് അവർ തങ്ങളുടെ കാര്യങ്ങൾ ചെയ്തു പോന്നു. കാര്യങ്ങൾ തിരിച്ചറിഞ്ഞപ്പോഴേക്കും ഏറെ വൈകിയിരുന്നു. മുന്നറിയിപ്പ് അവഗണിച്ചവരെല്ലാം പ്രളയത്തിൽ നശിച്ചു. യേശു മടങ്ങി വരുന്നതിന് തൊട്ടു മുൻപ് ലോകം ഇങ്ങനെയായിരിക്കുമെന്ന് യേശു നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ജീവിതം സാധാരണഗതിയിൽ മുന്നോട്ടു പോകുന്നതായി തോന്നും. ബിസിനസ്സുകൾ നടക്കും, ആർഭാടങ്ങളും ആഘോഷങ്ങളും പെരുകും, സോഷ്യൽ മീഡിയ തരംഗത്തിൽ ഏവരും മുഴുകും. സമ്പദ് വ്യവസ്ഥ, രാഷ്ട്രീയം, വിനോദ വ്യവസായം എന്നിവയെല്ലാം അഴിമതിയാൽ നിറയും. പെട്ടക നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടം പിന്നിടുമ്പോഴും പ്രളയം അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ നാം അറിയാതെ തന്നെ നമ്മുടെ ചുറ്റിലും നടക്കുന്ന എല്ലാം അവിടുത്തെ വരവിനെ ത്വരിതപ്പെടുത്തുകയാണ്. ഭൂരിപക്ഷം പേരും നിത്യതയെപ്പറ്റിയോ ഓരോ ഹൃദയമിടിപ്പിലും വിധിയുടെ ദിവസത്തിലേക്ക് ഒരു പടി അടുത്തിരിക്കുന്നു എന്ന വസ്തുതയെപ്പറ്റിയോ പരിഗണിക്കുന്നില്ല. അവർ സുവിശേഷ പ്രഘോഷണത്തെ അവഗണിക്കുന്നു. മുന്നറിയിപ്പുകൾക്ക് ചെവി കൊടുക്കുന്നുമില്ല. അവർ മനസ്സാക്ഷി നിശബ്ദമാക്കുന്നു. അടുത്ത ശമ്പളം, അടുത്ത പാർട്ടി, അടുത്ത അവധി, അടുത്ത വിനോദം. ഇങ്ങനെ നോഹയുടെ കാലത്തെ പോലെ ജീവിതം പെട്ടെന്നങ്ങ് ഇല്ലാതാകുന്നതുവരെ എല്ലാം തുടരും. ദുഷ്ടതയും അക്രമവും ഇനിയും വർദ്ധിക്കും. നോഹയുടെ നാളുകളെപ്പറ്റി ഉൽപ്പത്തി 6:5 പറയുന്നു, ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നു എന്നും അവന്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്നും കർത്താവ് കണ്ടു. അഴിമതിയും ക്രൂരതയും കൊണ്ട് അടയാളപ്പെടുത്തപ്പെട്ട തലമുറയിലാണ് നാമും ജീവിക്കുന്നത്. മനുഷ്യഹൃദയങ്ങൾ അന്ധകാരത്തിൽ ഉഴലുന്നു. തിന്മ ആഘോഷിക്കപ്പെടുന്നു. നമ്മുടെ നഗരങ്ങളിലും വീടുകളിലും അക്രമം നിറഞ്ഞിരിക്കുന്നു. കൊലപാതകങ്ങൾ, വെടിവെപ്പുകൾ, യുദ്ധങ്ങൾ, കലാപങ്ങൾ എന്നിവ ദൈനംദിന വാർത്താ തലക്കെട്ടുകളായി മാറിയിരിക്കുന്നു. മനുഷ്യത്വം സമാധാനത്തിൽ നിന്ന് അകലുന്നു. നമ്മൾ അരാജകത്വത്തിലേക്ക് വഴുതി വീഴുകയാണ്. തിന്മയെ പ്രോത്സാഹിപ്പിക്കുന്ന സംസ്കാരമാണ് ഏറ്റവും ഭയാനകമായ കാര്യം. തിന്മയായത് നിയമമാക്കാനായി ആർപ്പുവിളികൾ മുഴങ്ങുന്നു. ചാർലി കിർക്കിന്റെ കൊലയിൽ വിലാപത്തിന് പകരം പ്രാർത്ഥനകൾക്ക് പകരം വിചിന്തനത്തിന് പകരം നിരവധി ആളുകൾ സോഷ്യൽ മീഡിയയിൽ ആഘോഷങ്ങൾ നടത്തുന്നതിന്റെ നേർചിത്രങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. മനസ്സാക്ഷി കത്തിക്കരിഞ്ഞുപോയ നുണയന്മാരെന്ന വിശുദ്ധ പൗലോസിന്റെ വിശേഷണം നമ്മുടെ ചുറ്റിലും അന്വർത്ഥമാകുന്നു. ശരിയും തെറ്റും വേർതിരിച്ചറിയാൻ കഴിയാത്ത വിധം മനുഷ്യ മനസ്സാക്ഷി തിന്മയുടെ പിടിയിലായിരിക്കുന്നു. തിന്മയെ നന്മയായി കാണുന്നു, നന്മയെ തിന്മയായി ചിത്രീകരിക്കുന്നു. ഇത് അപകടകരമാണ്. സമൂഹത്തിൽ നിയമരാഹിത്യത്തിന്റെയും സ്വാർത്ഥതയുടെയും ക്രൂരതയുടെയും പ്രതിഫലനങ്ങൾ ഉണ്ടാകുന്നു. നിത്യതയെ അവഗണിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ സ്ക്രോളിങ്ങും പോസ്റ്റിങ്ങും പാർട്ടികളും ആഘോഷങ്ങളും കൊലപാതകങ്ങളെ അഭിനന്ദിക്കുന്ന നിലയിലേക്ക് വരെ ദുഷ്ടതയും അക്രമവും ആഘോഷിക്കപ്പെടുകയാണ്. 2 പത്രോസ് 3:9 പറയുന്നു, കാലവിളംബത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല.
ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുതപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നു എന്നേയുള്ളൂ. ഇപ്പോൾ കരുണയുടെ നാളുകളാണ്. പക്ഷേ നോഹയുടെ കാലത്തെ പോലെ വാതിലടച്ച് ന്യായവിധി ആരംഭിക്കുന്ന ഒരു സമയം വരും. നാം വീണ്ടും നോഹയുടെ കാലത്താണ് ജീവിക്കുന്നത്. ലോകം സമാധാനത്തിലേക്കും സമൃദ്ധിയിലേക്കുമല്ല നീങ്ങുന്നത്, അത് ന്യായവിധിയിലേക്കാണ് നീങ്ങുന്നത്. ചരിത്രം യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിലേക്ക് നീങ്ങുകയാണ്. ചോദ്യം ഇതാണ്: നാം തയ്യാറാണോ? നാം നിത്യതയിൽ ദൃഷ്ടി പതിച്ചാണോ ജീവിക്കുന്നത്? അതോ ഈ ലോകത്തിന്റെ വ്യാപാരങ്ങളിൽ മുഴുകിയിരിക്കുകയാണോ? നമ്മുടെ മനസ്സാക്ഷി കഠിനമായി മാറിയിട്ടുണ്ടോ? യേശുവിന്റെ രക്ഷ നാം സ്വന്തമാക്കിയിട്ടുണ്ടോ? മുന്നറിയിപ്പുകൾ നാം അവഗണിക്കുകയാണോ? നോഹയുടെ നാളുകളിൽ പ്രവചിക്കപ്പെട്ടതുപോലെ വെള്ളപ്പൊക്കം വന്നു, ന്യായവിധി വന്നു. യേശു പറഞ്ഞു, ഞാൻ വീണ്ടും വരുമ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. മഴ പെയ്ത് തുടങ്ങുന്നതുവരെ എല്ലാം ചിരിച്ച് പുച്ഛിച്ച് തള്ളിയവരെ പോലെ ആകരുത് നാം. തയ്യാറായിരിക്കുന്നവരിൽ ഒരാളാകുക. മാനസാന്തരത്തിനുള്ള സമയം ഇപ്പോഴാണ്, ഇന്നാണ്. വാതിൽ തുറന്നിരിക്കുമ്പോൾ പെട്ടകത്തിൽ പ്രവേശിക്കുക. കരുണയുടെ ഈ നാളുകളിൽ ക്രിസ്തുവിലേക്ക് ഓടിയണയുക. സുവിശേഷത്തിൽ വിശ്വസിക്കുക. നിത്യതയിൽ ജീവിക്കുക. ആ നാളുകൾ ഇപ്പോഴാണ്. ചരിത്രം പ്രവചന പൂർത്തീകരണത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവിന്റെ പ്രത്യാഗമനം അടുത്തിരിക്കുന്നു.